എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരോടെങ്കിലും ചോദിക്കണം, നിങ്ങളുടെ കയ്യിലൊരു കാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതുണ്ടോ, ഇതുണ്ടോ, മറ്റേ ഉണ്ടോ, മറിച്ചുണ്ടോ എന്ന് വെച്ചാൽ ആരോടെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. എന്താണ് ഉണ്ടോ, നിങ്ങളുടെ കയ്യിൽ അതുണ്ടോ, നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിന്ദിയിൽ ഒരു ഫോർമുല പഠിച്ചു വെക്കും. അതാണ് ക്യാ ആപ്കെ പാസ് ഹേ. ഇവിടെ ഡാഷ് ആണ്. ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ചാണോ ചോദിക്കുന്നത്, നമ്മൾ എന്താണോ ചോദിക്കുന്നത് ആ ഒരു പേര് അല്ലെങ്കിൽ അത് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു കാറുണ്ടോ, നിങ്ങളുടെ കയ്യിൽ ഒരു കാറുണ്ടോ. അപ്പോൾ ആദ്യം പറയുന്നതാണ് ക്യാ ആപ്കെ പാസ്. ഇവിടെ ഒരു കാറ്, എ കാർ. ഓക്കെ, കാറിനെ പറയാം. ഇപ്പോൾ ഏത് ഭാഷയാണെങ്കിലും നമ്മൾ കാറിനെ പറയാം. കാർ, സൈക്കിൾ, ബൈക്ക് ഒക്കെ തന്നെ പറയാം. ഓക്കെ, ക്യാ ആപ്കെ പാസ് എ കാർ ഹേ, क्या आपके पास एक कार है, അല്ലെങ്കിൽ क्या आपके पास एक बाइक है, क्या आपके पास एक സൈക്കിൾ है എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ ചെറിയൊരു സംശയമാണ് ഇവിടെ ഈ ഒരു ക്യാ വേർഡ് ഇവിടെ വന്നല്ലോ. ക്യാ എന്ന് പറയാം എന്ത് എന്നല്ലേ, അല്ലേ? ക്യാ എന്ന് പറയാം എന്ത് തന്നെ. ഇപ്പോൾ ഇവിടെ എന്ത് ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന കയ്യില് അങ്ങനല്ല. നമ്മൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ, നിങ്ങൾ അവിടെ പോകാറുണ്ടോ, നിങ്ങൾ ചെയ്യാറുണ്ടോ, നിങ്ങളുടെ കയ്യിൽ അതുണ്ടോ, ഉണ്ടോ. മലയാളത്തിൽ ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ക്യാ എന്ന് പറയുന്ന വേർഡ് ആദ്യമാണ് ചേർക്കുക. ഹിന്ദിയിൽ എന്ന് പറയാം, ഹിന്ദിയിൽ ആദ്യം ക്യാ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി, അത് ഉണ്ടോന്നായി. എന്താണ് ഉണ്ടോന്നായി. ഇനി എന്ത്, ഇതിന് ക്യാ എന്ന് പറഞ്ഞ എന്തിനാണ് അർത്ഥം, ഇതിന് എന്ത് എന്നുള്ള അർത്ഥം എവിടെ വരെ എന്നറിയോ, ഇത് ലാസ്റ്റാണ് വരിക. ഞാൻ പറയാണ് നിങ്ങളുടെ കയ്യിൽ എന്താണ്, നിങ്ങളുടെ കയ്യിൽ എന്താണ്. അപ്പൊ ക്യാ എന്ന് പറയുന്ന ഇവിടെ ആദ്യം എന്താ വരാ, ആപ്കെ പാസ് ക്യാ ഹേ, ആപ്കെ പാസ് ക്യാ. ഇവിടെ ക്യാ എന്ന് പറഞ്ഞ വേർഡില്ലോ, ഇവിടെ ക്യാ എന്ന് പറഞ്ഞ വേർഡ് ലാസ്റ്റാണ് വരിക എന്ത് എന്നുള്ള അർത്ഥത്തിന് വേണ്ടി. അപ്പൊ ഉണ്ടോ എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട്, ഉണ്ടോ എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാ എന്ന് പറഞ്ഞ വേർഡ് ആദ്യം ചേർക്കുക. അപ്പൊ ഞാൻ പറയാണ് നിങ്ങൾ അവിടെ പോവാറുണ്ടോ, നിങ്ങൾ അവിടെ പോവാറുണ്ടോ. ക്യാ ആപ് വഹാ ജാത്തെ ഹോ, ക്യാ ആപ് വഹാ ജാത്തെ ഹോ. ക്യാ ആദ്യം വന്നല്ലോ. അപ്പൊ ആദ്യം ക്യാ എന്ന് പറഞ്ഞ വേർഡ് ആദ്യം വന്നു കഴിഞ്ഞാൽ എന്തായി, ഉണ്ടോ എന്നായി. ഓക്കെ, അപ്പോൾ ഇതുപോലെ പഠിച്ചു വെക്കാം. ക്ലിയർ? ഒന്നുകൂടി, ഇത് നമ്മുടെ മലയാളത്തിലെ ഉച്ചാരണമാണ്. ക്യാ ആപ്കെ പാസ് ഹേ, ക്യാ ആപ്കെ പാസ് ഹേ. ഓക്കെ, ഈ ഒരു ഉദാഹരണങ്ങളോട് കിടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം ഏക് എന്ന് പറയുന്നതാണ് ഒന്ന് അല്ലെങ്കിൽ ഒരു. ഏക് എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലെങ്കിൽ ഒരു. ഇനി അടുത്താണ് കുറച്ച് എന്ന് പറയാൻ വേണ്ടി നമ്മൾ രണ്ട് വേർഡ് ഉപയോഗിക്കാറുണ്ട്. ഒന്നാണ് കുച്ച്, ഇത് എണ്ണാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ കുറച്ച് എന്ന് പറയുന്ന വേർഡാണ് തോട. എന്നാണ് തോട. ഓക്കെ, തോട. ഇതെന്താണ് കുച്ച്, ഇതെന്താണ് തോട. ഇത് എണ്ണാൻ കഴിയുന്നതാണ്, ഇത് എണ്ണാൻ കഴിയാത്തതാണ്. ഓക്കെ, ഇനി അടുത്താണ് കുറച്ച് വേർഡ്സ് ഇവിടെ ഉണ്ട്, നോക്കാം. വാഹനം, അല്ലേ? എന്താണ് വാഹനം, വണ്ടികൾ, വാഹനം. എന്താ പറയാ, ഗാഡി എന്ന് പറയാം. എന്താ പറയാ, ഗാഡി. വാഹൻ എന്ന് പറയും. പക്ഷെ നമ്മൾ സ്പോക്കൺ ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ എന്ത് ഉപയോഗിക്കുക, ഗാഡി. എന്ത് ഉപയോഗിക്കുക, ഗാഡി ഉപയോഗിക്കും. അതുപോലെ പെൻ എന്താ പറയാ, കലം. അതുപോലെ ബുക്ക്, കിതാബ്. വാട്ടർ ആണെങ്കിലോ പാനി. അതുപോലെ പഞ്ചസാര, ഷുഗർ ആണെങ്കിലോ ചീനി എന്ന് പറയും, ചീനി. ഓക്കെ, ചീനി. നമക് എന്താ പറയാ, നമക്. ഉപ്പിന് സാൾട്ട് എന്ന് പറയും, അല്ലേ? സാൾട്ട് നമക് എന്ന് പറയും. അതുപോലെ റുപ്പീസ്, ഈ റുപ്പീസിന് എന്താ പറയുക, റുപ്പേ. ഓക്കെ, മലയാളത്തിൽ ഇംഗ്ലീഷിൽ എന്താണ് റുപ്പീസ്, പക്ഷേ ഹിന്ദിയിൽ റുപ്പേ എന്ന് പറയും, റുപ്പേ. ഇനി നമുക്ക് ഓരോന്നോരോ നോക്കാം. ഒന്നാമതാണ് എന്ത്, നിന്റെ അടുത്ത് ഒരു വാഹനമുണ്ടോ, നിന്റെ അടുത്തൊരു വാഹനമുണ്ടോ. അപ്പൊ വാഹനത്തിന് എന്താ പറയാ, വാഹനത്തിന് പറയും ഗാഡി, അല്ലേ? വാഹനത്തിന് ഗാഡി എന്ന് പറയും. അപ്പൊ ഇത് ആദ്യം ചേർക്കണമല്ലോ. ക്യാ ആപ്കെ പാസ് एक गाड़ी है, क्या आपके पास एक गाड़ी है, क्या आपके पास एक गाड़ी है. വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ചോദിക്കാം, എക്സ്ക്യൂസ് മീ, क्या आपके पास एक गाड़ी है. ഓക്കെ, ഇനി രണ്ടാമതാണ് നിന്റെ അടുത്തൊരു പേനയുണ്ടോ, കലം. क्या आपके पास एक कलम है, क्या आपके पास एक कलम है. ജസ്റ്റ് ചോദിക്കാം. ഓക്കെ, ഹസ്ബൻഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്തോ പോയിട്ട് ചോദിക്കാം, എക്സ്ക്യൂസ് മീ, क्या आपके पास एक कलम है, क्या आपके पास एक गाड़ी है, क्या आपके पास दिमाग है ചോദിക്കാം. ഇനി അടുത്താണ് എന്താണ്, നിങ്ങളുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ടോ. ഇത് കഴിഞ്ഞല്ലോ, ക്യാ ആപ്കെ പാസ് ഏക് കലം ഹൈ. നിങ്ങളുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ടോ ചോദിക്കുക. ആദ്യം ക്യാ ആപ്കെ പാസ്, ഇത് നമ്മൾ പഠിച്ചു വെച്ചല്ലോ, അല്ലേ? ഇത് പഠിച്ചു വെച്ചു. ക്യാ ആപ്കെ പാസ് ഹേ,
ക്യാ ആപ്കെ പാസ് ഏക് കിതാബ് ഹൈ? പുസ്തകം എന്നാണ് കിതാബ്. എന്താ പറയാ? ക്യാ ആപ്കെ പാസ് ഏക് കിതാബ് ഹൈ? ക്യാ ആപ്കെ പാസ് ഏക് കിതാബ് ഹൈ? ഇനി അടുത്താണ്, നിന്റെ അടുത്ത് കുറച്ചു പഞ്ചസാര ഉണ്ടോ? കുറച്ച് പഞ്ചസാര ഉണ്ടോ? അപ്പൊ പറയാ ക്യാ ആപ്കെ പാസ് തോടി ചീനി ഹെ? അപ്പൊ നിങ്ങൾക്ക് സംശയം, സാറല്ല പറഞ്ഞ് കുറച്ച് തോടാന്നാണ് നല്ലത്. ഇവിടെ ഞാൻ തോടി എന്ന് ഉപയോഗിച്ചില്ല. എന്താ ഇവിടെ തോടി? പോടി എന്നല്ല, തോടി എന്നാണ്. ഓക്കെ, ഇവിടെ നമ്മൾ തോടി ഉപയോഗിച്ചില്ല, ഇവിടെ തോടാന്നാണ്. അതെന്താ കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ പതുക്കെ പഠിച്ച് വരും. ഓക്കെ, വിഷയമല്ല. ഇവിടെ നിന്ന് ചീനി ഇല്ലേ, ചീനി, ഇനി ഈ ആണ് അല്ലേ? ഇവിടെ ഉച്ചാരണം എന്താണ്? ഈ ആണ്. ഈ ഹിന്ദിയിൽ ഈ വരുമ്പോൾ എന്ത് വരണം? ഈ സൗണ്ട് വരണം. ഈ ഓക്കെ, ഈ. അതുകൊണ്ടാണ് ഇവിടെ നോക്കാം ചീനി, അതുകൊണ്ടാണ് തോടി ഉപയോഗിച്ചത്. ഇവിടെ നോക്കാം നമക്ക് അല്ലേ? നമക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എന്ത് തോടാന്നായി അല്ലേ? നിന്റെ അടുത്ത് കുറച്ച് ഉപ്പുണ്ടോ? ക്യാ ആപ്കെ പാസ് തോട നമക് ഹെ? ക്യാ ആപ്കെ പാസ് തോട നമക്? യാ पर തോട ഉപയോഗിച്ചു. എന്താ കാരണം? അതിന്റെ കാരണം ഇവിടെ ഈ സൗണ്ട് ഇല്ല. ഈ സൗണ്ട് ഇല്ലാത്തതാണ്. ഈ സൗണ്ട് വരുമ്പോൾ തോടിയായി. ഓക്കെ, ക്യാ ആപ്കെ പാസ് തോടി ചീനി ഹെ? കുറച്ച് പഞ്ചസാര ഉണ്ടോ? പഞ്ചസാര. ഓക്കെ, പഞ്ചസാര. ഇനി അടുത്താണ് ക്യാ ആപ്കെ പാസ് തോട നമക് ഹെ? ക്യാ ആപ്കെ പാസ് തോട നമക് ഹെ? ഓക്കെ, അതുപോലെ ലാസ്റ്റ് ആണ്, നിന്റെ അടുത്തൊരു കാറുണ്ടോ? നിന്റെ അടുത്തൊരു കാറുണ്ടോ? ക്യാ ആപ്കെ പാസ് ഏക് കാർ ഹെ? ക്യാ ആപ്കെ പാസ് ഏക് കാർ ഹെ? ഇതൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നമ്മുടെ എക്സ്പ്രഷൻ അത് അതുപോലെ ആയിരിക്കണം. മറ്റുള്ളവർ തോന്നണം ചോദ്യം ചോദിക്കുകയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു കാറുണ്ടോ? ഓക്കെ, ക്യാ ആപ്കെ പാസ് കാർ ഹെ? ക്യാ ആപ്കെ പാസ് കാർ ഹെ? ക്യാ ആപ്കെ പാസ് കാർ ഹെ എക്സ്പ്രഷനാണ്. കാരണം കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്? ബോഡി ലാംഗ്വേജ് ആണ്. മോർ ദാൻ 60%, 60% മുകളിൽ എന്താണ്? ബോഡി ലാംഗ്വേജ് ആണ്. ബോഡി ലാംഗ്വേജ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ബോഡി ലാംഗ്വേജിന് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക? ആ ഒരു എക്സ്പ്രഷൻ കൂടി കൊണ്ടുവരാം. ഇനി നിങ്ങളൊരു 3-4 ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അയക്കുക. ഓക്കെ, ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ അങ്ങനെ ഹിന്ദിയിൽ വേണമെന്നില്ല. ഹിന്ദിയിൽ അല്ലാതെ ആപ്കെ പാസ് അല്ലെങ്കിൽ ക്യാ ഇങ്ങനെ എഴുതിയാൽ മതി. ക്യാ. ഓക്കെ, ക്യാ ആപ്കെ പാസ്, ക്യാ ആപ്കെ പാസ്, ഇതുപോലെ ഇങ്ങനെ എഴുതിയിട്ട് അയക്കാം. ഓക്കെ, ഹിന്ദി എഴുതാൻ അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ എഴുതിയാൽ മതി. ഓക്കെ മൈ ഫ്രണ്ട്സ്, അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. വെറുതെ ഇരിക്കുമ്പോൾ ഒരു 4-5 ക്വസ്റ്റ്യൻസ്, വെറുതെ ഇരിക്കുമ്പോൾ 4-5 ക്വസ്റ്റ്യൻ ചോദിക്കാം. യെസ്, ക്യാ ആപ്കെ പാസ് വോ ഹെ? ക്യാ ആപ്കെ പാസ് യേ ഹെ? ക്യാ ആപ്കെ പാസ് വോ ഹെ? ജസ്റ്റ് ചോദിക്കാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു എവരിവൺ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.